നമ്മൾ അക്വാപോണിക്സിൽ ഇപ്പോഴും പലർക്കും സംശയം എങ്ങനെയാണ് ഈ കല്ലുകളിൽ വേര് പിടിക്കുക എന്നുള്ളതാണ്. കല്ലുകളിൽ വേര് പിടിക്കാൻ ഒരു പണിയില്ല. അത് കണ്ടില്ലേ, ഇത് നോക്കിയേ, ഇതാണ് കല്ലുകളിൽ വേര് പിടിച്ചിട്ടുള്ളത്. ഇതാണ് കല്ലുകളുടെ വേര്. നല്ല കണ്ട ഹെൽത്തി ആയിട്ടുള്ള വേരുകൾ കണ്ടില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ അക്വാപോണിക്സിൽ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഒന്ന് കല്ലുകൾ മാറ്റിയിട്ട് ഇതേ ഇങ്ങനെ കണ്ട് വെച്ച് കൊടുക്കാം. ഇതേ ഇത്ര ഉള്ളതിൻ്റെ പണി. ഈ വേരുകളൊക്കെ ഉള്ളിലാക്കിയിട്ട് പഴയ പോലെ ഇതുണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇതാണ് അക്വാപോണിക്സിലെ കല്ലുകളിൽ വേര് പിടിക്കുമോ എന്നുള്ള സംശയം ഇപ്പോൾ തീർന്നില്ലേ. കല്ലുകളിൽ വേര് പിടിച്ചിട്ട് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അങ്ങനെ വളർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ വെള്ളരി. കണ്ടില്ലേ, വെള്ളരിയൊക്കെ ഇങ്ങനെ വിഷുവിന് മുന്നേ കണ്ടില്ലേ, എന്താ നമ്മുടെ സ്വർണ്ണവർണ്ണമുള്ള വെള്ളരി. ആഹാ, എന്താ രസമല്ലേ. ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഉണ്ടാവുന്നത്. പലരും ഈ നാണക്കേട്, ഈ വീടിൻ്റെ ഫ്രണ്ടൊക്കെ പച്ചക്കറി ഉണ്ടാക്കാൻ പലർക്കും നാണക്കേടാണ്. ഇത്ര ഭംഗിയായിട്ട് ഈ പച്ചക്കറി വീട്ടിലുണ്ടാകുന്ന പൂക്കളൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ. അപ്പോൾ ഇതൊക്കെ വീടിൻ്റെ മുന്നിൽ തന്നെ വേണം. ഉള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. എങ്കിലാണ് നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ഇതേപോലെ പറയാൻ പറ്റില്ല. യുദ്ധമൊക്കെ എത്ര നീളം വെക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ അന്നം മുട്ടും. കണ്ടില്ലേ, ഓക്കെ, ഇതൊക്കെ കല്ലിലുണ്ടായിട്ടുള്ളതാണ്. ഇത്ര മനോഹരമാണെന്ന് നോക്കിയാൽ. അപ്പോൾ സ്വർണ്ണവർണ്ണമുള്ള ഇങ്ങനെയുള്ള വെള്ളരികളൊക്കെ കിട്ടാൻ നമ്മുടെ ഉള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ കുറച്ചെങ്കിലും പച്ചക്കറി ഉണ്ടാക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ടെടുക്കരുത്. ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ഇനിയും ഇഷ്ടംപോലെ വെള്ളരി ഉണ്ടാവുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. തക്കാളി ഒരുപാട് പഴുത്തിട്ടുണ്ട്, അത് പൊട്ടിക്കാം നമുക്ക്. വാ, തക്കാളി ദിവസവും ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. വാ, കണ്ടില്ലേ തക്കാളി. ആഹാ, എത്ര മനോഹരമാണെന്ന് നോക്കി. ഉണ്ട് എത്ര ഭംഗിയുള്ള തക്കാളി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാകുമ്പോൾ പൂക്കളൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കി. ഇതൊക്കെയാണ് വേണ്ടത്. കുറേ പൂക്കളുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ പൂക്കളും ഇടയ്ക്ക് വെക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ നിറയെ തക്കാളി പഴുത്തുണ്ട് കേട്ടോ. ഇതൊന്നേ ഇത് കണ്ടല്ലേ, എന്തോ ഒരു തക്കാളി നോക്കി ഉണ്ടോ. ഇതുണ്ടില്ലേ, തക്കാളികൾ നിറയെ പഴുത്ത് നിൽക്കുന്ന തോട്ടം എത്ര മനോഹരമാണ് നോക്കി. ഉണ്ടാ, എന്ത് രസം നോക്കി, രസ തക്കാളികൾ നോക്കി. ഓഹോ ഹോ, കണ്ടില്ലേ, നല്ല പഴുത്ത അടിപൊളി തക്കാളി കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ പൂക്കളെപ്പോലെ മനോഹരമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും യാതൊരു പരിചരണവും ഇല്ലാതെ നമ്മുടെ ഇതുകൊണ്ട് തൈകൾ വെച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ വേണ്ടി പോയാലും മതി. പിന്നെ കീടങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടാവും, എങ്കിലും നമുക്ക് ആവശ്യമുള്ളത് കീടങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി. കണ്ടില്ലേ, ഇടയിലൊക്കെ പഴുത്ത് നിൽക്കണ്.
കണ്ടില്ലേ മുളക്, കണ്ടില്ലേ മുളക് കണ്ടില്ലേ, എത്ര എണ്ണം നമുക്ക് ദിവസവും ഇതേപോലെ പറിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു പണിയില്ല നമുക്ക്. ഇപ്പോൾ പൂക്കളെ പോലെ മനോഹരമല്ലേ നമ്മുടെ ഈ പച്ചക്കറി തോട്ടം, അതും വീടിൻ്റെ മുന്നിൽ തന്നെ. അപ്പം ഒരു സ്ഥലവും നമ്മൾ വേസ്റ്റ് ആക്കരുത്. പരമാവധി പറ്റുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ കൃഷികൾ ചെയ്യുക. പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഈ മെനക്കെട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അക്വാപോണിക്സ് കൃഷി ചെയ്യാൻ പറഞ്ഞത്. അക്വാപോണിക്സ് കാണുമ്പോൾ നമുക്ക് പിന്നെ വേറെ മെനക്കെടൊന്നുമില്ലല്ലോ. തൈകൾ വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുള്ളൂ. കീടങ്ങളൊക്കെ വരും, പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള കീടങ്ങളുടെ കെണികളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് ഇതേപോലെ പറിച്ചെടുക്കാം. അതുപോലെ സാമ്പാറിന് കുറച്ച് വെണ്ടയും വഴുതനയും തക്കാളി, ഓക്കെ. വഴുതന കണ്ടില്ലേ, ബ്ലാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ്. എന്ത് രസം, എന്തൊരു സന്തോഷമാണെന്നറിയാം. അപ്പോൾ ഉച്ചക്കൾക്ക് സാമ്പാറിനുള്ളതായി, പിന്നെ നമുക്ക് വൈകിട്ടുള്ളതും പച്ചക്കറി വെക്കാനൊക്കെ ഉള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ദിവസം പറിക്കാൻ കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും, അതും ഈ വീടിൻ്റെ മുന്നിൽ ഇല്ലേ. അപ്പോൾ ഇത് ചെയ്യാനൊന്നും ഒരു പണിയില്ല കേട്ടോ. ഇത്രയും മനോഹരമായിട്ട് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ ഒരു പണിയില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ മുറ്റത്തും എവിടെയാണോ നമുക്ക് സ്ഥലമുള്ളത് അവിടെ ഇതേപോലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മക്കളെ.